കർത്താവേ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഈശ്വരാ, എന്റെ കൈയും വരച്ചിട്ട് പോയ. സാറാ, ഇതെങ്ങോട്ട് നോക്കി? അല്ല, പോവാന്ന് പറഞ്ഞിട്ട് എന്തിനാണാവോ തിരിച്ചു വന്നേ? എടി അഞ്ചു, എടി അഞ്ചു, നിന്നോടാടി. എന്താ? ഞാൻ കേട്ടില്ലാടി. ആ ബെസ്റ്റ്. നീ എന്താ തിരിച്ചു വന്നേന്ന്? അത് പിന്നെ നിങ്ങളും കൂടി വരട്ടേന്ന് കരുതി. നീ എന്തിനാടി ഇങ്ങനെ വേർക്കണേ? നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ? ഏയ്, നമുക്ക് പോവാം. ഇവക്കിതെന്താ പറ്റിയാവോ? ആ, എന്റെ കൈ. എന്താടി നിന്റെ പ്രശ്നം? സോറി ഡി. എത്താറായല്ലോ. ഞാൻ ഇനിയൊരു 10 സ്റ്റെപ്പും കൂടി വെച്ച് ഞാൻ ആ ചേട്ടൻ്റെ അടുത്തെത്തും. ഈശ്വരാ, കുറച്ച് മുന്നോട്ട് കയറിയിടുന്നേ, ഇവിടെ സ്ഥലമില്ല. തീർന്നു. എടി, നിങ്ങളങ്ങോട്ട് നോക്കിയേ, അവിടെ ചേട്ടൻ നിൽക്കുന്നില്ലേ? ആ, അത് ശരിയാണല്ലോ. നമ്മളെ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ടടി. എന്തായാലും നിങ്ങളെയല്ല, എന്നെ നോക്കുന്നത്. അതെന്താ നിനക്ക് എത്ര ഉറപ്പ്? അതാ ചേട്ടൻ ഞാൻ വിളിച്ചിട്ട് വന്നോണ്ട്. ഓ, അത് ശരി. അപ്പൊ നിന്റെ ആള് വന്ന സ്ഥിതിക്ക് ഞങ്ങളങ്ങോട്ട് പോവലടി. എന്റെ കൂടെ നിൽക്കടി. ഞങ്ങൾ എന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നേ? എടി പ്ലീസ് ഡി, പോവല്ലേടി. നിങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ട പെണ്ണേ. അതെന്തിനാ പ്രൈവസി? ശരിപ്പോട് നാണം വന്നു. ഒന്നും അറിയില്ലാത്ത പോലെ കൊച്ചു കള്ളി. എടി സാറാ, നീ ഇങ്ങോട്ട് വന്നേ. ശരി എന്നാ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഒറ്റക്കേക്കിട്ട് പോലെ കൊണ്ടോടി. നിങ്ങളൊന്ന് നിക്കടി. നീ അതിന് ഒറ്റയ്ക്കല്ലല്ലോ, പതിയെ സംസാരിച്ചിട്ട് വന്നാ മതി. ഞാനും വരാം, എന്നെ കൂടി കൊണ്ടോ. താനിങ്ങനെ ഓടാതെ നിൽക്കടോ. ആഹാ, ഇതിനാണോ താൻ എന്നോട് കാണാൻ വരാൻ പറഞ്ഞത്? എടോ, താനും നിൽക്കടോ. ഓക്കെ, എന്നാൽ ഞാൻ തിരിച്ചു പോവാ. അപ്പം ശരി, എന്നാൽ പോവാ. നീ ഒന്നും മിണ്ടിയില്ലെങ്കിലും സാരമില്ല. എൻ്റെ മുഖത്തോട്ടെങ്കിലും ഒന്ന് നോക്കിക്കൂടേടി നിനക്ക്? ഈശ്വര, ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തൊരിക്കും പോലെ. താനെന്താടോ എന്നോട് മിണ്ടാത്തെ? എന്തേ തനിക്ക് എന്നോട് ഒന്നും പറയല്ലേ? ആടെ നിൽക്ക്, എനിക്ക് വീട്ടിൽ പോകണം. എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ വീട്ടിൽ പോണെന്നാ? ആടെ നിൽക്ക്, എനിക്ക് പോകണം. അല്ല, ഇതെന്തെങ്ങനെ? അപ്പം ഞാനെന്തിനാ ഇവിടെ വന്നേ? എടോ, താൻ കുറച്ച് നേരം നിൽക്ക്, എന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് പതിയെ പോവാം. എനിക്കിപ്പോൾ പോകണം. എന്നാലും നീ ആ തല പൊക്കെടുത്തിട്ടൂടി. എനിക്ക് ആ ഫേസ് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇനി അതൊന്നും കാണാൻ ഞാൻ എന്താണോ ചെയ്യേണ്ടത്? താനത് എൻ്റെ മുഖത്ത് നോക്കി പറ, എന്നാ ഞാൻ വിടാം. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? മാറി നിൽക്ക്, എനിക്ക് പോകണം. എടോ, അത് താനെൻ്റെ മുഖത്ത് നോക്കി പറ. അംഗാംഗ തേജ ശൃംഗാര ഭാവ സുകുമാര സുന്ദരം ആചന്ദ്രതാര സന്ധ്യാ സമീര നീഹാര ഹാര ഭൂപാളം ആനന്ദ തീര വൃന്ദാവിഹാര മന്ദാര സാഗരം. എന്താ താൻ പറയുന്നില്ലേ?
മാറാ, എനിക്ക് പോണം. ശരി ഒക്കോ. ആ ബെസ്റ്റ്, ദേ പോണു, പറയേണ്ട താമസം. അഞ്ജു, വീട്ടിൽ ചെന്നിട്ടേ കോൾ ചെയ്യണേ. പോവാ, ബൈ. അഞ്ജു, ആ ചേട്ടൻ പോയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കിക്കോ, പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കടി. ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? ഇനി ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. ആദ്യം നോക്കിയത്, ഇപ്പൊ ആ ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും. മോളെ അഞ്ജു, എന്തോ? നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞില്ലേടി തിരിഞ്ഞു നോക്കുന്നു. അല്ലാണ്ട് അക്ഷരമൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. മലയാളം തന്നെയല്ലേ പറഞ്ഞത്. പോടി. എടി, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാനൊരാണ്ട് ഐസ് കടിച്ച് കഴിച്ചായിരിക്കും. എന്റെ പൊന്നും ഇല്ല. പിന്നെ നീ ആരോടും പറയില്ലെങ്കിൽ ഞാനത് പറയാം. പറയൂല. ഇന്ന് വഴിയിൽ വെച്ച് എന്നെ ഒരു ചേട്ടനെ കാണാൻ വന്നായിരുന്നു. ഏത് ചേട്ടൻ? നീ ഫോണിൽ സംസാരിച്ചില്ലേ ഒരു ചേട്ടനോട്? ആ ചേട്ടൻ. എനിക്ക് അന്നേ തോന്നിയായിരുന്നു അത് എന്റെ ഫ്രണ്ട് അല്ല, ലവറാന്ന്. എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞു? ഫ്രണ്ടാന്ന്. ഇത് ആരോടും പറയരുത്. എന്നോട് പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാ. ഇല്ലാക്ക, ഞാൻ പറയൂല. പിന്നെ നീ അറിയാണ്ട് ഞാനേ ഗുൽഫി മേടിച്ച് കഴിച്ചായിരുന്നു. ഗുൽഫി അലന്നു പോവും. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. അല്ലാണ്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. അഞ്ജു, മാളു, എന്താ ആന്റി? ആരെങ്കിലും എന്റെ കാല് തിരുമ്മി തരുമായിരുന്നെങ്കിൽ. ഞാൻ തിരുമാം. ഇൻഡു 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 കണ്ണാടം പൊത്താൻ വരൂ നീ. ഇൻഡു 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 കാതോരം പാടാൻ വരൂ. ചക്കയ്ക്കുപ്പില്ല, ചക്കയ്ക്കുപ്പില്ല, ചക്കയ്ക്കുപ്പില്ല. അല്ല ആന്റി, ചക്കയ്ക്ക് ശരിക്കും ഉപ്പില്ലേ? ചക്കയ്ക്ക് ഉപ്പ് എന്നാലും അത് നേരാണല്ലോ. ചക്കയ്ക്ക് ഉപ്പുണ്ടോ? ഇതിപ്പോ ആരാ നിന്നോട് പറഞ്ഞത്? അതാ ഇൻഡു വന്നേ. അല്ലത്തെ? അതെ, അവനാ പറഞ്ഞേ. ആ ഇൻഡു. ഏത് ഇൻഡു? ദൈവൻ. ചക്കയ്ക്കുപ്പില്ല, ചക്കയ്ക്കുപ്പില്ല. ചക്കയ്ക്ക് ഉപ്പുണ്ട് കുറച്ച്. അതെ, എന്നിട്ട് ഇവൻ നാട്ടുകാരുടെ മൊത്തം കള്ളം പറഞ്ഞുകൊണ്ടെടുക്കുക. അമ്മ, ചക്കയ്ക്ക് ഉപ്പില്ലേ? ഉപ്പില്ലെങ്കിൽ ഇട്ടാ പോരെ? അത് പോയിന്റ്. ആ റേഡിയോ ഒന്ന് ഓണാക്കിക്കേ. ഇപ്പൊ ഇഷ്ടം പോലെ പഴയ പാട്ടുണ്ടാവും. അത് ശരിയാ, ഇപ്പൊ ഇഷ്ടം പോലെ പാട്ടുണ്ടാവും. അതിന് പഴയ പാട്ട് ഈ പിള്ളേർ കേൾക്കൂലല്ലോ. ആര് പറഞ്ഞു ഞാൻ റേഡിയോ കേൾക്കാറില്ലെന്ന്? ഞാൻ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ട്. പ്രണയഗാനങ്ങൾ മാത്രമായിരിക്കും. ചുമ്മാ അനാവശ്യം പറയാം കേട്ടോ. അതിനകത്തൊരു ചേട്ടന്റെ സൗണ്ട് കേൾക്കാന്. എന്റെ സൗണ്ടാന്നറിയത്? ഓ, ആ സൗണ്ട് ഒന്ന് കേട്ടാണ്ടല്ലോ എന്റെ സാറേ, ചുറ്റോടൊന്നും കേൾക്കാൻ പറ്റില്ല. അത് നീ കേൾക്കാത്തോണ്ടല്ലേടി, നീ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ടാ. ഒന്ന് പോ അമ്മ. Only on Super Hits 93.5 Red FM. പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാതി. എന്താടി ഒരു കള്ളച്ചിരി? ഒന്നുമില്ല ആന്റി, ഞാൻ ചുമ്മാ ഫ്രണ്ട്സിന്റെ കൂടെ തമാശകൾ ഓർത്ത് ചിരിച്ചതാ. ആന്റി, നക്കനെ കാണാൻ ഏതൊരു ചേട്ടൻ വന്നു. അന്ന് ഫോൺ വിളിച്ചില്ലേ, ആ ചേട്ടൻ വലിച്ച്. ആണോടി അഞ്ജു? ആ ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു ആന്റി.
അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ? ഞാനൊന്നും പറഞ്ഞില്ല ആൻറ്റി. ഇഷ്ടമാണെന്നും പറഞ്ഞില്ല, ഇഷ്ടമല്ലാന്നും പറഞ്ഞില്ല. അങ്ങനെ അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്ന് ചോദിക്കാൻ പറ. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആളെങ്ങനെയാ? പാവാണോടി? ആ, പാവ ആൻറ്റി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിനക്കോടി? അത് എനിക്കും അറിയില്ല. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടമാണോ അല്ലയോന്ന് എന്തോ വിട്ടണേന്ന് തോന്നുന്നില്ല എനിക്ക്. എടി കള്ളി, നിനക്ക് അവന് ഇഷ്ടമല്ലേ? എന്താ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ പറയണേ? എൻ്റെ മോൻ കണ്ടറിയില്ലേ? ഇപ്പൊ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. രണ്ടും കൂടി തുടങ്ങിയതാ. നാട്ടുകാർക്ക് സമാധാനം കൊടുക്കണേ. താൻ ഇന്ന് എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇതൊക്കെ മോശട്ടോ. അതിന് ഞാനെന്താ ചെയ്തേ? അയ്യോടാ, ചേച്ചിക്ക് ഓർമ്മയില്ലായിരിക്കും ഇവിടെ. എന്നെയും കൊണ്ടൊന്നും പറയിക്കണ്ട. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇനിയത് ഞാൻ തന്നെ പറയാനായിരിക്കും. എന്താ ബ്രോ ഇത്? എന്താന്ന് പറ. ഞാനിപ്പോൾ തന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ, എന്നാ എന്നെ ദേഷ്യം തീരുന്നവരെ ചീത്ത വിളിച്ചോ? ഈശ്വര, ഇവിടെ എന്നെയും കൊണ്ട് ചീത്ത വിളിപ്പിച്ചേ അടങ്ങും. പോയോ? എനിക്ക് തന്നെ അങ്ങനെ ചീത്ത വിളിക്കാനും പറ്റില്ലല്ലോ. വൈ, എന്താ എന്നെ ചീത്ത വിളിച്ചാല്? ചീത്ത കേൾക്കാൻ ഞാൻ റെഡിയാ. പിന്നെന്താ കുഴപ്പം? തനിക്ക് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ തന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ താൻ വിഷമിച്ചില്ലെങ്കിലും ഞാൻ വിഷമിക്കും. ഓഹോ, അവിടം വരെയോ കാര്യങ്ങള്. എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാനത് സമ്മതിച്ചു തന്നാ ശരിയാവില്ലല്ലോ. അല്ല, ബ്രോ എന്തിനാ എനിക്ക് വേണ്ടി സങ്കടപ്പെടുന്നത്? ഞാൻ ബ്രോയുടെ ആരുമല്ലല്ലോ. റോഡിലൊരു അപകടം പറ്റിയ ആളെടുത്ത് ആശുപത്രി കൊണ്ടുപോകില്ലേ, അത് നമ്മുടെ ആരെങ്കിലും ആയിട്ടാ? നോ. അയാൾക്ക് വേണ്ടി സങ്കടപ്പെടുന്നത് നമ്മുടെ ആരെങ്കിലും ആയിട്ടാ? എന്റെ പൊന്നോ, ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല. അതാ ഇപ്പം നല്ലത്. ഒന്നും പറയാൻ സമ്മതിക്കില്ലല്ലോ ഈശ്വര. അല്ല പിന്നെ ചോദിച്ച് മേടിച്ചല്ലേ. ഞാൻ കാണാൻ ചെന്നപ്പോൾ ഓടിപ്പോയേക്കണു അവള്. ബ്രോ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നെ ഇഷ്ടമായോ? എന്നെ ഇഷ്ടമാണെന്ന് പറയില്ലേ ഈശ്വര? ഇഷ്ടമാണെന്ന് പറയില്ലേ? എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അത് പറയാൻ വന്നപ്പോഴേ താൻ മിണ്ടാതെ പോയി കളഞ്ഞത്. ബ്രോ എന്നെ ശരിക്കും കണ്ടേയല്ലേ? എനിക്ക് കഴിക്കാനും കുഴപ്പമുണ്ട്. എനിക്കൊന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ എന്നെയാണോ ബ്രോ സ്നേഹിക്കുന്നത്? എനിക്കതൊന്നും കുഴപ്പമില്ലെങ്കിലോ? ബ്രോയ്ക്ക് എന്നെ വട്ടുണ്ടോ? എന്നെ കിട്ടിയ കഷ്ടപ്പെടേണ്ടി വരും. അതിനും റെഡിയാ. ബ്രോ വേണ്ട, എന്നെ ഇഷ്ടപ്പെടണ്ട. ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയില്ലേ, ഇനി എന്തേലും പറ്റും? എന്നെ അത്രയ്ക്ക് ഇഷ്ട ബ്രോയ്ക്ക്? ഇഷ്ടം അതങ്ങനെ അളന്ന് നോക്കി പറയാൻ പറ്റുള്ളൂ. ഇഷ്ടമാണ്. ബ്രോ ശരിക്കും ആലോചിച്ചിട്ടാണോ പറയുന്നത്? അതേലോ, ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. എനിക്ക് തന്നെ ഇഷ്ടം. ഐ ലവ് യു അഞ്ജു. ഞാൻ എന്ത് ചെയ്തിട്ട് ഈശ്വര ഈ ചേട്ടനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു? ഞാൻ കാരണം അവർ കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എനിക്ക് തൻ്റെ റിപ്ലൈ ആണ് വേണ്ടത്. തനിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ? ബ്രോ അത്